പാലക്കാട് SP ടെലിഫോൺ ലൈനിലുണ്ട്. സാർ, എവിടെ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്? എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് മറ്റെവിടേക്കെങ്കിലും മാറ്റുകയാണോ പ്രതിയെ? ഇയാൾക്ക് ആ പ്രദേശത്ത് ആ ഏരിയ നമ്മുടെ പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് തന്നെയാണ് പിടിച്ചത്. ഇപ്പോ ഇമ്മീഡിയറ്റ്ലി ഇയാൾക്ക് മെഡിക്കൽ പരിശോധന നമുക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. അത് ചെയ്തിട്ട് ബാക്കി പോലീസിന്റെ നടപടികൾ നിങ്ങൾ സ്വീകരിക്കും. സാറേ, ഏത് നിലയിലാണ് ഇയാളെ പിടികൂടിയത്? നാട്ടുകാരുടെ ഒരു സാന്നിധ്യത്തിലായിരുന്നു ഇയാളെ, അതോ പോലീസ് തന്നെ കണ്ടെത്തുകയായിരുന്നു? അല്ല, ഇപ്പൊ പ്രാഥമികമായിട്ട് ഇൻഫർമേഷൻ മാത്രമാണ് കിട്ടിയത്. അതിലെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോ ഞങ്ങൾ പോയിട്ടില്ല. സോ ആ പ്രദേശത്ത് തന്നെയാണ് ഇത്, സെയിം ലൊക്കാലിറ്റി ആണ്. ആ കോളനി ഭാഗം ഞങ്ങൾ രാവിലെ മുതൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് തന്നെയാണ് പിടിയിലാണ്. ഇയാൾ ആക്രമിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ? ഇയാൾ ആയുധങ്ങളുമായി നടക്കുന്ന ആളാണല്ലോ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇല്ല. ഓക്കെ, വളരെ നന്ദി. കഴിഞ്ഞ 2 ദിവസം ആയതുകൊണ്ട് കുറച്ച് ടയേർഡ് പോലെയാണ് തോന്നുന്നുണ്ട്. അയാൾ അങ്ങ് വഴങ്ങി തരികയായിരുന്നോ പിടികൂടാൻ? ഇല്ല, ജസ്റ്റ് നോർമൽ ഇതാണ്, ഇത് ഒന്നും വിശേഷം അതിലില്ല. സോ അതുകൊണ്ടാണ് നേരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ അജിത് കുമാർ. അദ്ദേഹം പാലക്കാട് SP ആണ് നമ്മളോട് പ്രതികരിച്ചത്.